പ്രിയപ്പെട്ടവരെ, ഞാൻ ആദിച്ചല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിനോക്കി എഡ്വേർഡാണ് സംസാരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയുണ്ടായി. പഞ്ചായത്ത് കമ്മിറ്റിയിലെ പ്രധാന ചർച്ചാ വിഷയം അനധികൃതമായിട്ട് ഒരു താർ മിക്സിംഗ് യൂണിറ്റ് തുടങ്ങിയതിന്റെ ഫലമായിട്ട് നമ്മുടെ ഏകദേശം ഒരു 20ഓളം വിദ്യാർത്ഥികൾക്ക് ഒറ്റപ്ലാമൂട് വാർഡിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പഠിക്കുന്ന 20ഓളം വിദ്യാർത്ഥികൾക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസർ അവിടെ അന്വേഷിച്ചപ്പം ഈ പറഞ്ഞ താർ മിക്സിംഗ് യൂണിറ്റിൽ നിന്നുള്ള പുക കൊണ്ടാണ് കുട്ടികൾക്ക് ഇതുണ്ടായെന്ന് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ 21 മെമ്പർമാരും ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അവരുടെ കുഞ്ഞുങ്ങളാണെന്ന് വിചാരിച്ചു ശക്തമായിട്ട് ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് തന്നെ അടിയന്തര കമ്മിറ്റി കൂടുകയും അടിയന്തര കമ്മിറ്റിക്കകത്ത് ഈ പറഞ്ഞ സ്ഥാപനം അടിയന്തരമായി പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ള തീരുമാനമെടുത്തു. ഇതിന്റെ പ്രവർത്തനാനുമതി താൽക്കാലികമായി നിർത്തിവെക്കണമെന്നുള്ള തീരുമാനമാണ് എടുത്തത്. തീരുമാനമെടുത്ത് ആ സമയത്ത് സെക്രട്ടറി ഇതിനെല്ലാം സപ്പോർട്ട് തന്നിട്ട് താഴോട്ട് ഇറങ്ങിയപ്പം കമ്മിറ്റി തീരുമാനം ചോദിച്ചപ്പോൾ അത് നടപ്പിലാക്കാൻ പറ്റത്തില്ലെന്നാണ് സെക്രട്ടറിയുടെ അഭിപ്രായം. എന്തുകൊണ്ട് സെക്രട്ടറി അത് കമ്മിറ്റിയിൽ വെച്ച് പറഞ്ഞില്ല? കമ്മിറ്റിയിൽ വെച്ച അഭിപ്രായം എല്ലാം അവർ മൂടിയിട്ട് പുറത്തിറങ്ങാൻ നേരത്തെ അവരുടെ സ്വഭാവം മാറി. അതിനെതിരെ 21 മെമ്പർമാർ, വീട്ടിൽ പോയ മെമ്പർമാരാണ് ഇവിടെ ഒന്ന് പ്രതിഷേധം ചെയ്തത്. നമ്മുടെ ഓരോരുത്തരെയും കുഞ്ഞുമക്കളാണ് ഇന്നലെ കണ്ണുവേദന എടുത്തും ശ്വാസം മുട്ടായിട്ടും ബുദ്ധിമുട്ടായിട്ട് പല ഹോസ്പിറ്റലിലായത്. ഇതൊന്നും ഇവരറിയുന്നില്ല. ഇവരുടെ കുഞ്ഞുങ്ങൾക്കാണ് അത് പറ്റിയെങ്കിൽ ഇവരത് ചെയ്യൂ. അതിനെതിരെ ശക്തമായിട്ട് ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തി സെക്രട്ടറി ഇവിടെ വന്ന് ഇന്ന് ഭരണസമിതി എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാതെ ഇവിടുന്ന് 21 മെമ്പർമാർ ഇവിടുന്ന് പോവില്ല. അത് തന്നെയാണ് നമ്മുടെ തീരുമാനം. സെക്രട്ടറി